2026 ഏപ്രിൽ 1 മുതൽ നമ്മളുടെ ഇൻകം ടാക്സ് പ്രാക്ടീസ് ഉണ്ടല്ലോ അത് കംപ്ലീറ്റ്ലി മാറാനായിട്ട് പോവുകയാണ്. കാരണം 1961 ആ പഴയ ആക്ട് മാറിയിട്ട് ഇൻകം ടാക്സ് ആക്ട് 2025 നിലവിൽ വരികയാണ്. 536 സെക്ഷനുകളിലുള്ള ആ ഒരു പുതിയ ഇൻകം ടാക്സ് ആക്ടിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെറിയ ഒരു പോർഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ആ പർട്ടിക്കുലർ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളൊരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ ടാക്സ് പ്രാക്ടീഷണറോ അല്ലെങ്കിൽ ഈ ഫിനാൻസ് ഫീൽഡിലൊക്കെ ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന ഒരാളാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ടുള്ളത്, നമ്മളുടെ ആ പഴയ ആക്ടിൻ്റെ ആ ഒരു സ്റ്റൈലും അതിൻ്റെ ഒരു തിങ്കിങ് പാറ്റേണും ഉണ്ടല്ലോ, അത് വെച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു പുതിയ നിയമത്തെ നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി റോങ് ആയിട്ട് പോകും. കാരണം ഇത് ചെറിയൊരു അപ്ഡേറ്റും ഒന്നുമല്ല, ഒരു അമെൻമെൻറ്റും ഒന്നുമല്ല, ഇതൊരു സ്ട്രക്ചറൽ ആയിട്ടുള്ള വലിയൊരു റെവല്യൂഷനാണ്. കാരണം ഡെഫിനീഷനുകൾ മുതൽ സെക്ഷൻ നമ്പറുകൾ വരെയൊക്കെ ഫോമുകൾ കംപ്ലീറ്റ്ലി മാറിക്കഴിഞ്ഞു. അതായത് നിങ്ങളൊരു അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ പ്രൊഫഷണലി ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകാനായിട്ടുള്ള സാധ്യത. നമ്മൾ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റുക? അതിനായി നമ്മൾ ഇൻകം ടാക്സ് ആക്ട് 2025 ലൈവ് ക്ലാസ്സസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് വീക്കിലി ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. എല്ലാ ബുധനാഴ്ചകളിലുമാണ് നമ്മളുടെ ക്ലാസ്സസ് വരുന്നത്. മാത്രമല്ല അതിൻ്റെ റെക്കോർഡ്സ് കൂടി അവൈലബിൾ ആണ്. കാരണം ഏതെങ്കിലും ഒരു ക്ലാസ് നിങ്ങൾക്ക് മിസ്സായാൽ പോലും അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ലൈഫ് ടൈം ആക്സസോട് കൂടിയിട്ട് അതിൻ്റെ റെക്കോർഡ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി മാത്രമല്ല ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ, അതായത് AI നമ്മൾ അക്കൗണ്ടിങ് ഫീൽഡിലുള്ള ആളുകൾക്കൊക്കെ അറിയാം, എയുമായിട്ട് ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് നാളുകളായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ലൈഫ് ടൈം ആക്സസോട് കൂടിയിട്ട് അതിൻ്റെ റെക്കോർഡ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും നമ്മളുടെ AI ഫോർ അക്കൗണ്ടൻസ് എന്നുള്ളൊരു കംപ്ലീറ്റ് കോഴ്സ്, AIയുടെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അവിടെ നമ്മൾ AIയുടെ ബേസിക് മുതൽ അഡ്വാൻസ്ഡ് വരെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഒരു പ്രാക്ടീസിങ് ലെവലിൽ നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ദിവസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളമൊക്കെ എടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ വെറും മിനിറ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിലൊക്കെ ചെയ്ത് തീർക്കാം എന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ലാസ്റ്റ് ഇയറിൽ ടാക്സ് ടോക്സ് എന്നുള്ളൊരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് റിട്ടേൺ ഫയലിംഗുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രാക്ടിക്കൽ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ റെക്കോർഡ്സും അതിലേക്കുള്ള ആക്സസും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഇൻകം ടാക്സ് കോഴ്സ് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ലഭിക്കുന്നതാണ്. ഞാൻ ഈ കോഴ്സിൻ്റെ മെമ്പർഷിപ്പ് വാല്യൂയിലേക്ക് വരാം കേട്ടോ. ഇൻകം ടാക്സ് ആക്ട് 2025 മെമ്പർഷിപ്പ് ഫീ വരുന്നത് 6000 റുപ്പീസാണ്. നമ്മുടെ AIയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകളുടെ ഒരു പാക്കേജ് പ്രൈസ് വരുന്നത് 6000 തന്നെയാണ്. ടാക്സ് ടോക്സ് എന്നുള്ളൊരു കമ്മ്യൂണിറ്റിയിലേക്കുള്ളൊരു എൻട്രി ഫീസ് വരുന്നത് 4000 റുപ്പീസാണ്. ലൈഫ് ടൈം ആക്സസോട് കൂടിയിട്ട് നമ്മളുടെ കോഴ്സസ് ആക്സസ് ചെയ്യാനുള്ളതിൻ്റെ വാല്യൂ വരുന്നത് 3000 റുപ്പീസാണ്. അപ്പോൾ 19,000 റുപ്പീസിൻ്റെ വാല്യൂ പാക്കാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതോട് കൂടിയിട്ട് ലഭിക്കുന്നത്. അപ്പോൾ 19,000 റുപ്പീസിൻ്റെ ആ വാല്യൂ ഉള്ള ആ ഒരു കോഴ്സ് നമ്മൾ ആദ്യം ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന 500 മെമ്പേഴ്സിന് മാത്രം 2,999 എന്നുള്ളൊരു ഓഫർ പ്രൈസിൽ കൊടുക്കുകയാണ്. കേരളത്തിൽ ഇൻകം ടാക്സ് പഠിക്കുന്ന ഏറ്റവും വലിയൊരു കമ്മ്യൂണിറ്റിയാണ് നമ്മളുടേത്. നമ്മളവിടെ ലൈവ് ക്ലാസ്സസ്, അതിനുശേഷം ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ്, ദെൻ അസൈൻമെൻറ്റ്സുകൾ, ഡിസ്കഷൻസ് എല്ലാം അവിടെ ഉണ്ട്. ആദ്യം ജോയിൻ ചെയ്യുന്ന 500 മെമ്പേഴ്സിന് മാത്രമാണ് നമ്മൾ ഈ ഒരു ഓഫർ പ്രൈസ് കൊടുക്കുന്നത്. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 500 എന്നുള്ളൊരു നമ്പറിലേക്ക് നമ്മൾ അടുത്തെത്താറായി. അപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാൻ, ഔട്ട്ഡേറ്റഡ് ആവാതിരിക്കാനായിട്ട് നമുക്ക് ഇൻകം ടാക്സ് ആക്ട് കോഴ്സ് ഒരുമിച്ച് പഠിക്കാം. 2025 ആക്ടിലെ ഒരു ചെറിയ പോർഷൻ, എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഇൻകം ടാക്സ് ക്ലാസ്സിൽ നിന്നുള്ള ഒരു എക്സ്ട്രാക്ട് തന്നെയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. സെക്ഷൻ റൂൾ 14 ആണ്. ഡിസലവൻസ് മെക്കാനിസം എന്താണെന്ന് നോക്കാം. അതായത് സെക്ഷൻ 14 പറഞ്ഞിരിക്കുന്നത് നോ ഡിഡക്ഷൻ ഫോർ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഇൻ റിലേഷൻ ടു ഇൻകം നോട്ട് ഫോമിംഗ് പാർട്ട് ഓഫ് എ ടോട്ടൽ ഇൻകം. ഇഫ് അസസ് സെക്ഷൻ 14 പറഞ്ഞിരിക്കുന്നത്, ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. അതായത് ഒരാൾക്ക് ഒരു ബിസിനസ് ഇൻകം ഉണ്ടെന്ന് വിചാരിക്കും. ഏകദേശം 250 ലക്ഷം, ഇത് 2.5 കോടിയുടെ ബിസിനസ് ഇൻകം ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ടോട്ടൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് 50 ലക്ഷമാണ്. അപ്പോൾ നമ്മൾ നോർമലി എങ്ങനെയാണ് ചെയ്യുക? 200, അതായത് 2.5 കോടിയിൽ നിന്ന് 50 ലക്ഷം കുറയ്ക്കുന്നത് 2 കോടിയാണ് നെറ്റ് ഇൻകം എന്ന് പറയും. പക്ഷേ ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. അതായത് ഈ 50 ലക്ഷം ഇതല്ലാതെ ഒരു 15 ലക്ഷം രൂപ എന്താണ്? ഇത് എക്സംപ്റ്റ് ഇൻകം ആണ്. അതായത് ഇയാൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ബോണ്ട്സ് ഉണ്ട്, അത് എക്സംപ്റ്റഡ് ആയിട്ടുള്ള ബോണ്ടാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രീ ബോണ്ടുകളാണ്. അത് 2 കോടി രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് 15 ലക്ഷം രൂപ എന്ത് കിട്ടിയിട്ടുണ്ട്? ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നേരത്തെ മുകളിലുള്ള ഈ 250 അതില്ല കേട്ടോ. 250 കൂടാതെ 15 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്.
ആ 15 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഇൻകം ആണ്, ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റ് ഇൻകം ആണ്. അത് 2 കോടി രൂപയുടെ അടുത്താണ് ബോണ്ട് എന്ത് ചെയ്തേക്കുന്നത്, ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു പോർട്ട്ഫോളിയോ നോക്കാനായിട്ട് ഒരാളുണ്ട്, ഒരു കുറച്ച് സെറ്റപ്പുകളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് 10 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. ആ 10 ലക്ഷം രൂപ ഈ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസിൻ്റെ ഉള്ളിലുണ്ട് എന്നർത്ഥം. ഇതാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ നമ്മൾ, അതായത് നോ എക്സ്പെൻസ് ഇൻഗേർഡ് ഓർ ക്ലെയിം. അതായത് ഇയാൾ പറയുകയാണ്, നമ്മളുടെ അസസി പറയുകയാണ്, ഈ രണ്ടാമത്തെ പോയിന്റ് ഇതാന്ന് പറയുന്നത്, ക്ലെയിം മെയ്ഡ് ബൈ ദ അസസി ദാറ്റ് നോ എക്സ്പെൻഡിച്ചർ ഹാസ് ബീൻ ഇൻഗേർഡ്. അയാൾ പറയുകയാണ്, അതായത് ഞാൻ ഇതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ എക്സ്പെൻസ് ഇൻകായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒരു എക്സ്പെൻസും ചെയ്തിട്ടില്ല, ഞാനത് ക്ലെയിം ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. പക്ഷേ അസസിങ് ഓഫീസർ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോഴാണ് എന്ത് മനസ്സിലാവുന്നത്, അതായത് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഈ ബോണ്ടായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ് എന്ന് മനസ്സിലാവുന്നു. അപ്പോൾ അതിൽ എന്തൊക്കെ ഡിസലവ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്, അതായത് ഈ ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ സ്ട്രെയിറ്റ് അവേ ഡിസലവ് ചെയ്യും. കാരണം ഈ ബോണ്ട് നോക്കി നടത്തുന്ന ആളുടെ സാലറി അയാളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്പെൻസും ആണ്. അപ്പോൾ അത് സ്ട്രെയിറ്റ് അവേ ഡിസലവ് ചെയ്തു, പ്രൊവൈഡഡ്. കാരണം റീസൺ എന്താണ്, ഈ 50 ലക്ഷം രൂപ, ഈ 15 ലക്ഷം രൂപ ഈ ബോണ്ടിൻ്റെ എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ്. അത് ഈ 2 കോടി മാനേജ് ചെയ്യാനായിട്ടാണ് ഇയാൾക്ക് എന്ത് ചെയ്യുന്നത്, ഈ 10 ലക്ഷം കൊടുക്കുന്നത്. അപ്പോൾ അത് കാരണം അതിൽ നിന്ന് കിട്ടുന്ന 15 ലക്ഷം രൂപ നമ്മൾ എക്സംപ്റ്റ് ഇൻകം ആണ്, സിൻസ് ഇതും ഡിസലൗഡ് ആണ്. പിന്നെ അത് മാത്രമല്ല, വേറൊരു കാര്യം പറഞ്ഞേക്കണം വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ റൂൾ 14 പറഞ്ഞേക്കണം വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ടെക്സ്റ്റ് വായിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇന്ന നെറ്റ്ഷൽ ഇത്രയേ ഉള്ളൂ, അതായത് അതിൻ്റെ ഒരു ഏവറേജ് ബാലൻസിൻ്റെ 1% കൂടിയും നമ്മൾ എന്ത് ചെയ്യും, ഡിസലവ് ചെയ്യുന്ന അർത്ഥം. അപ്പോൾ ഏകദേശം ഇവിടുത്തെ ഒരു ടോട്ടൽ ബാലൻസ് എന്ന് പറയുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാലൻസ് എക്സംപ്റ്റ് ഇൻകം കിട്ടാൻ വേണ്ടിയിട്ടേക്കുന്ന ബാലൻസ് എന്ന് പറയുന്നത് 2 crores rupees ആണ്. അതിൻ്റെ 1% എന്ന് പറഞ്ഞാൽ 2 lakhs ആണ്. അപ്പോൾ മൊത്തം എന്ത് ചെയ്യും, 12 lakhs ഡിസലവ് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ 50 ലക്ഷത്തിൽ നിന്ന് 12 lakhs ഡിസലവ് ചെയ്ത് 38 lakhs ആണ് എന്ത് ചെയ്യുള്ളൂ, ഇദ്ദേഹത്തിൻ്റെ അലവബിൾ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുകയുള്ളൂ. അപ്പോൾ മൊത്തം ഇൻകം എന്ന് പറയുന്നത് 2,12,00,000 ആയിട്ട് മാറും എന്നർത്ഥം. അപ്പോൾ ഇൻകം ടാക്സ് ആക്ടിൽ വളരെ ചെറുതാണെങ്കിൽ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ പുതിയ സെക്ഷനുകളും പുതിയ കാര്യങ്ങളും ഒക്കെയാണ് നമ്മളവിടെ കണ്ടത്, അല്ലാതെ പഴയ ആക്ട് പോലെയൊന്നുമല്ല അവിടെ കാര്യങ്ങൾ വരുന്നതെന്നർത്ഥം. അപ്പോൾ ഇതുപോലെ നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആയി പോകില്ല എന്നർത്ഥം. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ജോയിൻ ചെയ്യാനുള്ള കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും അവൈലബിൾ ആണ്. ആദ്യത്തെ 500 പേർക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു ഓഫർ പ്രൈസിൽ ജോയിൻ ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരുപക്ഷെ ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് ഇൻകം ടാക്സ് ആക്ട് ക്ലാസ്സസിൽ ഇനി കാണാം.